ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. നടികർ എന്ന് പറഞ്ഞിട്ടുള്ള ടൊവിനോ തോമസിൻ്റെ പടത്തിൻ്റെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പടം മെയ് 3 തീയതിയാണ് റിലീസാകാൻ പോകുന്നത്. പിന്നെ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അതിലത്തെ ഇന്നത്തെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ക നാന്താങ് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള സന്താനത്തിൻ്റെ പടത്തിലത്തെ ക്യാരക്ടർ ക്ലിക്ക് അതിൻ്റെ മോശം പോസ്റ്റർ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ SK30 ശിവകാർത്തികേയനല്ല, സന്ദീപ് കിഷൻ്റെ 30ാമത്തെ പടത്തിൻ്റെ ഓപ്പണിംഗ് സെറിമണി നാളെ 10 മണിക്ക് ഉണ്ടാവുന്നതാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ പടത്തിലത്തെ വേൾഡ് മലയാളി എന്താന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 1 മില്യൺ+ വ്യൂസൊക്കെ ആയിട്ടുണ്ട്. ട്രെൻഡിങ് 1 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേമലു എന്ന് പറഞ്ഞ പടത്തിൻ്റെ മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞ പടം 100 ദിവസം തിയേറ്ററിൽ ഓടിയതിൻ്റെ ഒരു പോസ്റ്റർ ഇട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അല്ലു അർജുൻ്റെ സറൈനോടു യോദ്ധാവ് എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേരുണ്ടായിരുന്നത്. ആ പടം ഇപ്പോൾ ഇറങ്ങിയിട്ട് 8 വർഷമായിട്ടുണ്ട്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് വൈഭവിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഡെഡ്പൂൾ അതിൻ്റെ വോൾവറിൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ചെറിയ വീഡിയോ പുറത്തിറക്കിയിരുന്നു. ഇന്ന് എപ്പോഴാണ് വരിക എന്നുള്ള അറിയത്തില്ല, എപ്പോഴെങ്കിലും വരുന്നുണ്ടായിരിക്കും എന്തായാലും. പിന്നെ സൂര്യ 44 കാർത്തിക് സുബ്രാജ് എടുക്കുന്ന പടമാണ് സൂര്യയുടെ 44ാമത്തെ പടം. ആ പടത്തിൽ കാസ്റ്റിംഗ് കോളിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിൽ ചെയ്യേണ്ടതൊക്കെ ഈ ഫോട്ടോയിൽ തന്നെ ഉണ്ട്, വേണ്ടവർ ഇതിലേക്ക് മെസ്സേജ് അയക്കുക ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ. പിന്നെ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മാത്യു തോമസ് അഭിനയിക്കുന്ന പടത്തിലത്തെ ടീച്ചർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ടീച്ചർ വന്നിട്ടുണ്ട്. ഇത് നല്ല ടീച്ചറായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ആവേശം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പാട്ടുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആകെ കൂടിയിട്ട് 3 പാട്ടുകളായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പടം ഇറങ്ങാട്ട്. പിന്നെ അതിന് ശേഷം മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സോങ്സ് കൂടി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. പിന്നെ പടം ഇപ്പോൾ സെക്കൻഡ് വീക്കിൽ കടന്നിരിക്കുകയാണ്. കളക്ഷൻ ഇപ്പോഴും ഭയങ്കര വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തോട് കൂടിയിട്ട് 90 കോടി അടിച്ചെന്നുള്ളതാണ് കേൾക്കുന്നത്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് എന്തായാലും 100 കോടിയാവും. അപ്പോൾ ഈ വർഷത്തെ 4ാമത്തെ പടമായിരിക്കും 100 കോടിയാവാൻ പോകുന്നത് മലയാളത്തിൽ നിന്ന്. എന്തായാലും ഇപ്രാവശ്യത്തെ വിഷു വിന്നർ ആവേശം തന്നെയാണ്. പിന്നെ ഗുരുവായൂർ അമ്പൽ നടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 16 തീയതി റിലീസാകുക എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നല്ല പ്രതീക്ഷയുള്ള പടമാണ്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ എഡിറ്റിംഗ് വർക്കിന് അടക്കമുള്ള ഒരു ഫോട്ടോ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഡിനോ ഡെന്നിസ്. ഇത് ടീസറിൻ്റെ ആണോ അതോ പടത്തിൻ്റെ എഡിറ്റിംഗ് ആണോ എന്നുള്ള അറിയത്തില്ല. എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് പടത്തിൻ്റെ എന്നാണ്. പക്ഷെ ആൾ മുന്നേ ഒരു ഫോട്ടോ ടൈല് ടീസർ ഓൺ ദ വേ സൂൺ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിൽ അമിതാഭ് ബച്ചൻ്റെ റിവീലിംഗ് നടത്തുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വത്ഥമ്മ എന്നാണ് പടത്തിലെ ആളുടെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, അമിതാഭ് ബച്ചനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ. ഇൻട്രൊഡ്യൂസിങ് അശ്വത്ഥമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ക്യാരക്ടർ ഇൻട്രോ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ട്രെൻഡിങ് 1 ആയിട്ടുണ്ട് യൂട്യൂബിൽ. പിന്നെ അതിൽ 360 തരുൺമൂർത്തി ഇരിക്കുന്ന മോഹൻലാലിൻ്റെ 360ാമത്തെ പടമാണ്. ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. അതേമാതിരി അതിൻ്റെ ക്ലാപ്പ് ബോർഡിൻ്റെ ഫോട്ടോ പുറത്തിട്ടിട്ടുണ്ട് അവർ. ഒക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പൂജയുടെ സമയത്തുള്ള ഫോട്ടോസും കുറേ വന്നിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്ന ഫോട്ടോയും കാണിക്കുന്നുണ്ട് ഇതിൽ. പിന്നെ മോഹൻലാലും ശോഭനയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയും വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ മോഹൻലാലിൻ്റെ പേര് ഷൺമുഖം എന്നായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ തലൈവർ 171 ലോകേശ്വരരാജ് എടുക്കുന്ന രജനീകാന്തിൻ്റെ 171ാമത്തെ പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ നിന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ 1 Day to Go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. അപ്പോൾ ആ പോസ്റ്ററിൽ മെയിനായിട്ട് വാച്ച് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഫ്രം ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഇതിൽ നോർമലി നമ്മൾ വിക്രം എന്ന് പറഞ്ഞ പടത്തിൽ ലാസ്റ്റ് റോളക്സ് ഇരുന്ന് തന്നെ ചെയർ, അതേമാതിരി ലിയോ എന്ന് പറഞ്ഞ പടത്തിൽ വിജയ് ലാസ്റ്റ് ഇരുന്ന് തന്നെ ചെയർ, അതേമാതിരത്തെ ചെയറിൽ ഇരിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതും വാച്ചിൻ്റെ ഉള്ളിലാണ് ആ ഫോട്ടോ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 6 മണിക്കാണ് ടൈറ്റിൽ ടീസർ വരാൻ പോകുന്നത്. അപ്പോൾ 1 hour to go എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിലും മെയിനായിട്ട് വാച്ച് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.